ഹേമ കമ്മീഷൻ റിപ്പോർട്ട് റിലീസായി മൊത്ത സിനിമ ഇൻഡസ്ട്രി തന്നെ വലിയ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇനി ഈ റിപ്പോർട്ടിൻ്റെ മുകളിൽ ഗവൺമെൻറ്റോ കോടതിയോ ഏതെങ്കിലും പുതിയ ആക്ഷനോ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കാം. ലെറ്റ് ഇറ്റ് ബി. നമ്മൾ ഈ ഒരു വിഷയത്തിൻ്റെ ഉള്ളിൽ സംസാരിക്കുന്നത് ഈ പറയുന്ന സിനിമ ഇൻഡസ്ട്രി എന്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് പോലെയുള്ള പ്രോസസ്സും കൺട്രോളും സിസ്റ്റമും എന്തുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ഏത് നിയമത്തിലാണ് ഈ പറയുന്ന വർക്കിംഗ് വുമണിൻ്റെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും നമ്മൾ എൻഷുർ ചെയ്യുന്നത്? നമ്മളൊരിക്കലും ഈ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയെ നശിപ്പിച്ച് കളയരുത്. കാരണം 100,000-ൽ കൂടുതൽ ആൾക്കാർ ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി ജോലി ചെയ്യുന്ന ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ്. കേരളത്തിൻ്റെ GDP എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം ഈ എൻ്റർടൈൻമെൻറ്റ് ഫിലിം ഇൻഡസ്ട്രി എന്നത് വലിയ രീതിയിലൊരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ മീഡിയയിൽ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്നത് AMMA എന്ന് പറയുന്ന ഒരു ആക്ടേഴ്സ് അസോസിയേഷനാണ്. അവരൊരു 500ഓളം മെമ്പേഴ്സുള്ള ഒരു അസോസിയേഷനാണ് അത്. നമുക്ക് പരിചയം സിനിമ എന്ന മേഖലയിൽ നമുക്ക് പരിചയം ആകെ ഈ അഭിനയിച്ച നടന്മാരെ മാത്രമേ ഉള്ളൂ. അവരെക്കുറിച്ച് അതിപ്പോൾ ചെറുതായിക്കോട്ടെ വലുതുമായിക്കോട്ടെ അവരെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ അറ്റൻഷനും പബ്ലിക് അറ്റൻഷനും കൂടുതൽ കിട്ടുന്നു നമ്മൾ അറിയുന്നു. ബട്ട് ബിയോണ്ട് ആക്ടേഴ്സ്, ഈ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ ഒരു ആക്ടറിൻ്റെ പുറകിൽ ഒരുപാട് പ്രൊഫഷണൽസും നെറ്റ്വർക്കിങ്ങും കോൺട്രാക്ടേഴ്സും സബ് കോൺട്രാക്ടേഴ്സും അതൊരു വലിയൊരു മേഖലയാണ്. വലിയൊരു ഒരു 10-17ഓളം ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് ഇൻവോൾവ് ആകുന്ന ഒരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് AMMA എന്ന് പറയുന്ന ആക്ടേഴ്സ് അസോസിയേഷൻ്റെ ഇഷ്യൂ മാത്രമല്ല, ഇതൊരു ജെൻഡർ ഇഷ്യൂ ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ, ഒരു ആണും പെണ്ണും ഉള്ള ഒരു സിറ്റുവേഷനിൽ, ഒരു സിസ്റ്റത്തിൽ, ഒരു വർക്ക് പ്ലേസിൽ സംഭവിക്കാവുന്ന സെക്ഷൽ ഹറാസ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഇന്നത്തെ കോർപ്പറേറ്റ് വേൾഡിൽ വുമൺ, ഗേൾ ഇസ് ഈക്വലി ബാലൻസ്ഡ്. എല്ലാ സിസ്റ്റത്തിലും ഏത് വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ കണ്ടു കഴിഞ്ഞാൽ മോർ ദാൻ 50% ഇന്ന് വർക്കിംഗ് വുമൺ ആണ്. അപ്പോൾ ഈ വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ വുമൺ എന്ന് പറയുന്ന ലേഡീസിൻ്റെ പ്രസൻസ് കൂടുന്നത് കൊണ്ടാണ്, ഇതുപോലത്തെയുള്ള സെക്ഷൽ ഹറാസ്മെൻറ്റ് പോസിബിലിറ്റി വരുന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ അതിലൊരു നിയമം തന്നെ ഉണ്ട്. 2013 സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണ് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് (പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ, റിഡ്രസൽ ആക്ട് 2013). നമ്മളതിനെ പോഷ് ആക്ട് എന്നാണ് പറയുക. അതായത് ഒരു ഓർഗനൈസേഷനിൽ 10 എംപ്ലോയീസിൽ കൂടുതലുള്ള ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് എ വർക്കിംഗ് വുമൺ. ഇതാണ് പറയുന്നത്. അപ്പോൾ ഈ പോഷ് ആക്ട് നിയമത്തിൽ വരണമെങ്കിൽ അവിടെ ഒരു എംപ്ലോയർ ഉണ്ടായിരിക്കണം, ഒരു എംപ്ലോയി ഉണ്ടായിരിക്കണം, അതൊരു വർക്ക് പ്ലേസ് ആയിരിക്കണം. ആണെങ്കിൽ ആ എംപ്ലോയർ ആണ് ഈ വർക്കിംഗ് വുമണിൻ്റെ സേഫ്റ്റിയും സെക്യൂരിറ്റിക്കുമുള്ള കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് ഈ പറയുന്ന നിയമം. ഇനി ഫിലിം ഇൻഡസ്ട്രി വലിയൊരു ബിസിനസ് മേഖലയാണ്. ആ ഫിലിം ഇൻഡസ്ട്രിക്ക് എന്തുകൊണ്ട് ഈ പോഷ് ആക്ട് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നതാണ് വലിയൊരു ചോദ്യം. നമ്മൾ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയുമ്പോഴും വലിയ മൾട്ടിനാഷണൽ കമ്പനികളായ മാനുഫാക്ചറിങ് കമ്പനികളും വർക്ക് ചെയ്യുന്ന ഇതേ എൻവയോൺമെൻറ്റ് തന്നെയാണ്. അതിൻ്റെ പുറകിലും ഒരുപാട് സബ് കോൺട്രാക്ടേഴ്സും ഒരുപാട് പ്രൊഫഷണലും ഒരുപാട് നെറ്റ്വർക്ക് ഓഫ് ആൾക്കാരൊക്കെ വന്നിട്ടാണ് ഒരു പ്രൊഡക്ഷൻ തന്നെ ഒരു കമ്പനിയിൽ നടക്കുന്നത്. അതേപോലെ തന്നെ ഒരു സിനിമ എന്ന മേഖലയും ഒരു കോർപ്പറേറ്റ് മൾട്ടിനാഷണൽ കമ്പനിയിൽ എന്താണോ പ്രോസസ്സ്, സിസ്റ്റം, ഈ പറയുന്ന കൺട്രോൾ അതേപോലെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും കൂടിയും അതിൻ്റെ റെഫറൻസിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഫിലിം ഇൻഡസ്ട്രിയിലും കൊണ്ടുവരാൻ പറ്റേണ്ടതാണ്. അപ്പം ഈ ഫിലിം ഇൻഡസ്ട്രിയും കോർപ്പറേറ്റ് വേൾഡും തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മളൊക്കെ ജോലി കഴിഞ്ഞാൽ രാത്രി വീട്ടിൽ പോകും അല്ലേ. ഞാനും നിങ്ങളൊക്കെ ഒരു ഓഫീസ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ജോലി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പോകുന്നു. ബട്ട് സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ ജോലി കഴിഞ്ഞാലും, അതായത് ഷൂട്ട് കഴിഞ്ഞാലും അവർ ഫോഴ്സ്ഫുള്ളി അതേ സ്ഥലത്ത് തന്നെ സ്റ്റേ ബാക്ക് ചെയ്യേണ്ടി വരുന്നു, റൂമിൽ താമസിക്കേണ്ടി വരുന്നു, ഹോട്ടലിൽ താമസിക്കേണ്ടി വരുന്നത് റീസൺ പിറ്റേ ദിവസം രാവിലെ ഷൂട്ട് ഉണ്ടാകാം. അപ്പോൾ അവരുടെ ആ ഒരു ജോബിൻ്റെ, ആ എംപ്ലോയ്മെൻറ്റിൻ്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോഷ് ആക്ട് എന്നത് നിയമ പ്രാബല്യത്തിൽ വരുമ്പം ആർക്കാണ് അപ്ലിക്കബിൾ? ഒരു വർക്കിംഗ് വുമൺ, ഒരു ഓഫീസ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് വുമൺ ഇത് അപ്ലിക്കബിൾ ആണ്. ഈവൻ അവർ തിരിച്ച് വീട്ടിൽ പോകുന്ന ഒരാൾക്ക് തന്നെ ഇത് അപ്ലിക്കബിൾ ആകുമ്പം ഇമാജിൻ, ജോലിക്ക് വേണ്ടി ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും ജോലിക്ക് വേണ്ടി അതേ സ്ഥലത്ത് തന്നെ കണ്ടിന്യൂ ചെയ്ത് സ്റ്റേ ബാക്ക് ചെയ്യേണ്ട ഒരു വർക്കിംഗ് വുമണിന് പോഷ് ആക്ട് കുറച്ചും കൂടി സ്ട്രിഞ്ചൻ്റ് ആയിട്ട് തന്നെ പ്രൊവിഷൻ കൊണ്ടുവന്നിട്ട് ഫിലിം ഇൻഡസ്ട്രിക്ക് ഇത് അപ്ലിക്കബിൾ ആവേണ്ടി വരും. ഇനി ഇതിൻ്റെ നിയമസാധ്യതയിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് നമ്മുടെ കേരള ഹൈക്കോടതിയിൽ 2022 വന്ന ജഡ്ജ്മെൻറ്റാണ്. അങ്ങനെ ആരും തന്നെ അതിനെ ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടില്ല. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഐ വുഡ് സേ ദാറ്റ്
നമ്മുടെ ഈ കേരള ഹൈക്കോർട്ടിൻ്റെ റൂളിംഗ് 2022 വന്ന കേരള ഹൈക്കോർട്ട് റൂളിംഗ് ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റാണ് ദ ഹോൾ ഫിലിം ഇൻഡസ്ട്രി അക്രോസ് ഇന്ത്യ. നമുക്ക് ഈ ലാൻഡ്മാർക്ക് റൂളിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ അസോസിയേഷനെ പറ്റി നോക്കാം. ഒന്ന് AMMA എന്ന് പറയുന്ന ആക്ടേഴ്സ് അസോസിയേഷൻ, പിന്നെയുള്ളത് ഫെഫ്ക എന്ന് പറയുന്ന ഒരു ട്രേഡ് യൂണിയനാണ്. അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരുപാട് 18ഓളം വേറെ സബ് യൂണിയൻസ് അസോസിയേഷൻസിൻ്റെ ഒരു കംപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു അസോസിയേഷനാണ് ഈ പറയുന്ന ഫെഫ്ക. പിന്നെയുള്ളത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, പിന്നെയുള്ളത് ഫിലിം ചാമ്പർ ഓഫ് കൊമേഴ്സ്. ഈ പറയുന്നതാണ് മൊത്തം മലയാളം ഇൻഡസ്ട്രിയുടെ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇതിൽ വേറൊരു പുതിയൊരു അസോസിയേഷൻ വന്നായിരുന്നു WCC അല്ലേ. WCC ആണ് ഒരു റിട്ട് ഫയൽ ചെയ്തത് കേരള ഹൈക്കോടതിയിൽ 2018 എഗെയിൻസ്റ്റ് AMMA. അതിൻ്റെ കൂടെ ഫെഫ്ക വന്നു, പിന്നീട് കേരള ഗവൺമെൻറ്റും കക്ഷി ചേർന്നു ഈ പറയുന്ന റിട്ട് അപ്ലിക്കേഷനിൽ. അതിലെന്താണ് പറഞ്ഞത്? WCC ചോദിച്ചത് AMMA എന്ന് പറയുന്ന അസോസിയേഷൻ ഈ പോഷ് ആക്ട്, ഞാൻ മുമ്പ് പറഞ്ഞ പോഷ് ആക്ട് പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞാണ് കോടതിയെ സമീപിച്ചത്. അവിടെ AMMA പ്രസൻറ്റ് ചെയ്തത് ഞങ്ങളൊരു ഫിലിം ആക്ടേഴ്സിൻ്റെ ഒരു അസോസിയേഷനാണ്, എല്ലാവരും ഇതിൻ്റെ മെമ്പേഴ്സാണ്, ഇതിലാരും തന്നെ എംപ്ലോയീസ് ഇല്ല. അതുപോലെ അതായത് ഒരു എംപ്ലോയി ആരും തന്നെ ഇല്ല. ഫെഫ്കയും മെമ്പേഴ്സും തമ്മിലുള്ളത് ഒരു എംപ്ലോയി റിലേഷൻഷിപ്പ് അല്ല. ഇവരുടെ ആരുടെയും അസോസിയേഷൻ ഓഫീസ് ഒരു വർക്ക് പ്ലേസ് അല്ല. അതുകൊണ്ട് തന്നെ ലീഗലി ആസ് പെർ പോഷ് ആക്ട് ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി എന്നത് ഫോം ചെയ്യേണ്ട ഒരു ലീഗൽ റിക്വയർമെൻ്റ് ഇല്ല. ഗവൺമെൻറ്റും പറഞ്ഞു ലീഗലി ഇവരാരും തന്നെ എംപ്ലോയർ അല്ല. അതായത് AMMA ഈ പറയുന്ന ഫെഫ്ക ആരും തന്നെ എംപ്ലോയർ അല്ല, അവരുടെ മെമ്പേഴ്സ് എംപ്ലോയീസും അല്ല. അതുകൊണ്ട് നമുക്ക് ലീഗലി അവരോട് പോഷ് ആക്ട് പ്രകാരമുള്ള ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഫോം ചെയ്യണമെന്ന് ലീഗലി പറയാനും പറ്റില്ല എന്നതാണ് പറഞ്ഞ സംഭവം. ഇനി കേരള ഹൈക്കോർട്ടിൻ്റെ ഒബ്സർവേഷനാണ് വളരെ ഇൻട്രസ്റ്റിംഗ്. കേരള ഹൈക്കോടതിയുടെ ഈ 51 പേജ് റൂളിംഗ് ഉണ്ടല്ലോ, സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും വായിക്കണം എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഞാനതിൻ്റെ ടെക്നിക്കാലിറ്റിയിലേക്ക് പോകുന്നില്ല, കാരണം അതൊരു കൂടുതലും ലോ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ സൈഡ് ഒരുപാടുണ്ട്. എന്നാലും ഈ പറയുന്ന റൂളിംഗ് ദ ഹോൾ ഫിലിം ഇൻഡസ്ട്രി അക്രോസ് ഇന്ത്യ വിൽ ബിക്കം എ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ആരും അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാലും പറയാം, ഇതിൽ പറയുന്നത് ഇതൊരു ഡയറക്റ്റീവ് ഓർഡറാണ്. ഇതിൽ ഹൈക്കോടതി പറയുന്നത് ഫിലിം യൂണിറ്റ് അതൊരു വർക്ക് പ്ലേസ് ആണ്. ആ ഫിലിം യൂണിറ്റിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഡയറക്റ്റ്ലി ഇൻഡയറക്ട്ലി എന്നാണ് പറയുന്നത് അല്ലേ. അതായത് വിത്ത് ഓർ വിത്തൗട്ട് ദ നോളജ് ഓഫ് ദ പ്രൊഡ്യൂസർ അയാളൊരു എംപ്ലോയി ആണ്. പ്രൊഡക്ഷൻ ഹൗസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് എൻ എംപ്ലോയി ഇൻ എ വർക്ക് പ്ലേസ് എന്നാണ് പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഒരു ഷൂട്ടിംഗ് സ്പോട്ടിൽ ഉള്ള ഒരു എംപ്ലോയിയുടെ വർക്കിംഗ് വുമണിൻ്റെ സേഫ്റ്റി സെക്യൂരിറ്റി ആസ് പെർ പോഷ് ആക്ടിൻ്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത്. ഇനി ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഒരു ഹോട്ടൽ റൂമിൽ താമസിക്കുന്ന ഒരു വർക്കിംഗ് വുമൺ, ആ ഹോട്ടൽ റൂം വർക്ക് പ്ലേസ് ആണോ? ആ ഹോട്ടൽ റൂമിൽ താമസിക്കുന്ന ആ വർക്കിംഗ് വുമണിൻ്റെ സേഫ്റ്റി സെക്യൂരിറ്റി എന്നത് ഒരു പ്രൊഡ്യൂസറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ആണ്. കാരണം സെക്ഷൻ 2 സബ്സെക്ഷൻ O സബ് ക്ലോസ് 5 ഓഫ് ദ പോഷ് ആക്ടിൽ പറയുന്നത് any place visited by the employee arising out of or during the course of employment including transportation provided by the employer for undertaking such a journey എന്നാണ്. അതായത് ഒരു പർട്ടിക്കുലർ ഹോട്ടൽ സ്റ്റേ, ട്രാൻസ്പോർട്ടേഷൻ എന്നതിൻ്റെ അത് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊഡ്യൂസർ ആണെങ്കിൽ, അതിൻ്റെ കോസ്റ്റ് ബെയർ ചെയ്യുന്നത് പ്രൊഡ്യൂസർ ആണെങ്കിൽ, ആ പ്ലേസും ആ വണ്ടിയും ആ വെഹിക്കിളും വർക്ക് പ്ലേസ് ആണ്. അതിനെ പറയുന്നതാണ് എക്സ്റ്റെൻഡഡ് വർക്ക് പ്ലേസ്. കാരണം വർക്ക് പ്ലേസ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ വളരെ വൈഡാണ്. അതല്ലാതെ നമ്മളുടെ ഒരു ഓഫീസ് അല്ലെങ്കിൽ നമ്മളൊരു എക്സാക്ട്ലി ജോലി ചെയ്യുന്ന പെർഫോം ചെയ്യുന്ന സ്ഥലം മാത്രമല്ല ഈ പറയുന്ന വർക്ക് പ്ലേസ്. ഇതൊരു പുതിയ കോൺസെപ്റ്റാണ് നമ്മുടെ എക്സ്റ്റെൻഡഡ് വർക്ക് പ്ലേസ്. ഇൻ സമ്മറി, എ പ്രൊഡ്യൂസർ ഈസ് ലീഗലി റെസ്പോൺസിബിൾ ടു ഫോം ആൻ ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റി ടു എൻഷുർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് എ വർക്കിംഗ് വുമൺ ഇൻ എ വർക്ക് പ്ലേസ്. ഇനി ഒരു നിയമമായി ഫോളോ ചെയ്യണമെങ്കിൽ എപ്പോഴും പറയുന്നത് അതിന് കോൺസിക്വൻസ് ഉണ്ടായിരിക്കണം. കോൺസിക്വൻസസ് ഇല്ലെങ്കിൽ ഒരു നിയമം ആരും ഫോളോ ചെയ്യില്ല അല്ലേ. പെനാൽറ്റി എന്ന് പറയുന്നത് 50,000 രൂപ 60,000 രൂപ ഫൈൻ അടയ്ക്കുന്നതല്ല പെനാൽറ്റി.
അത് ലിറ്ററലി അവരുടെ റവന്യൂ ആയിട്ടും അവരുടെ ബിസിനസ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ മാത്രമേ ആ നിയമം ഫോളോ ചെയ്യുള്ളൂ. ഒരു ജോലി കഴിഞ്ഞ് നമ്മളെല്ലാവരും ഈവനിങ് വീട്ടിൽ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വർക്കിംഗ് വുമൺ ഉള്ള ഒരു ഓർഗനൈസേഷനിൽ അതിലെ എംപ്ലോയറിന് പോഷ് ആക്ട് പ്രകാരം അവരുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും എൻഷുർ ചെയ്യേണ്ട ചുമതലയുണ്ട്. അപ്പോൾ ഒരു വർക്കിംഗ് വുമൺ അവരുടെ ജോലി കഴിഞ്ഞിട്ടും ഏതെങ്കിലും റൂമിലോ ഹോട്ടലിലോ താമസിക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ ഐഡിയലി എക്സിസ്റ്റിംഗ് പോഷ് ആക്ടിൽ കുറച്ചും കൂടി സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് കൊണ്ടുവരണം. സോ ഒരു നിയമം അതിലുള്ള റിക്വയർമെൻറ്റ് ആരും ഫോളോ ചെയ്യണമെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതിനുള്ള കോൺസിക്വൻസസ് വളരെ സീരിയസ് ആയിരിക്കണം, വളരെ സിവിയർ ആയിരിക്കണം. അപ്പോൾ മാത്രമേ ആരായാലും അത് ഫോളോ ചെയ്യുള്ളൂ. ഇപ്പോൾ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ ഈ ഒരു സാഹചര്യം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ശരിക്കും ഒരു ട്രാൻസിഷൻ പീരീഡാണ്. ഫ്യൂച്ചറിൽ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുക, മലയാളം മൂവി ഇൻഡസ്ട്രി എന്നതായിരിക്കും ചിലപ്പം പാൻ ഇന്ത്യ ലെവൽ മൂവി ഇൻഡസ്ട്രിക്ക് ഒരു റെഫറൻസും ഇതിൻ്റെ ഒരു ചേഞ്ചും. സോ ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ ഫിലിം ഇൻഡസ്ട്രി. താങ്ക് യു സോ മച്ച്. Fintaxman, the mentor your business needs.